much we is pleasure. Boom, cheap pleasure. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന പുതിയൊരു ഗെയിമാണ് ഗൈസ്. ബ്രാംബിൾ ദ മൗണ്ടെയിൻ കിങ് എന്നാണ് ഗൈസ് ഈ ഗെയിമിൻ്റെ പേര്. ഇത് അത്യാവശ്യം ഒരു സ്റ്റോറി, നല്ലൊരു സ്റ്റോറി എന്നൊക്കെ പറയാം. നല്ലൊരു ഗെയിമാണ് ഗൈസ്. ഇത് നിങ്ങൾ ഗെയിം പ്ലേ കണ്ടുപോകാം ഗൈസ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം ഗൈസ്. ഇങ്ങനെയാണ് തുടക്കം. ഇവിടെ നിന്നാണ് ഗൈസ് കഥ പറയാൻ തുടങ്ങുന്നത്. നമ്മൾ വിചാരിക്കും ഒരു പെണ്ണായിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു ചെറുക്കനാണെന്ന്. പക്ഷേ ഇതൊരു ചെറുക്കനാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇതിനൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണെങ്കിൽ രാത്രി എല്ലാം ചുമ്മാ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് നടക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇവൻ ആ ചേച്ചിയെ തിരയാൻ വേണ്ടി പോവാ ഗൈസ്. അങ്ങനെയാണ് ഈ കഥയെന്ന് പറയുന്നത്. തിരഞ്ഞു പോവാണ്, അതാണ് ഈ കഥ എന്ന് പറയുന്നത്. കഥ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഇത് ഗൈസ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക് ഗൈസ്. ഒരു ഇതായിരിക്കും ഗൈസ്. ഇതുപോലെ വേറെയും കുറേ ഗെയിംസ് ആയിട്ട് ഇനിയും വരും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, ഇങ്ങനെയാണ് ഗെയിം. ഓക്കെ, ഗെയിം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഇങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത് ഗൈസ്. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഇനിയിപ്പം ക്യാമറയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അനങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, അനങ്ങി ഗൈസ്. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഈ ക്ലിക്ക് ചെയ്തു ഗൈസ്. അത് അപ്പുറത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചിയുടെ ഹൈറ്റാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് ഗൈസ്. അവന് ഹൈറ്റ് കുറവാണ്. അവൻ്റെ ചേച്ചിയുടെ ഹൈറ്റിലോട്ട് എത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഗേളാണോ ചെറുക്കനാണോ എന്നൊരു പിടിയില്ല. ഇവനെന്ത് കിട്ടിയേക്കുന്നത്, നൈറ്റിയോ ഗൈസ്? ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കളിപ്പാട്ടമൊക്കെയാണ്. ഇത് നേരെ വെക്കാനൊക്കെയാണ്. കണ്ടോ, ഇത് ചെറുക്കനാണോ അത് ഒരു പെണ്ണാണോ എന്നൊരു സംശയം ഗൈസ്. ഇതെന്താ ഇങ്ങനെ? ഒരു പിടുത്തവും ഇല്ല. ഇതിങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഗൈസ്. ഓക്കെ, ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ ഇതാണ്. ആ ഫോട്ടോയ്ക്കകത്ത് കണ്ടോ ഗൈസ്, അത് ആ ചെറുക്കനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മുടി തന്നെയല്ലേ ആ ഫോട്ടോയിലും കാണിക്കുന്നത്. എന്ത് ചെയ്യാനാ ഗൈസ്? ഇത് ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയോ ഒരു വശപ്പശമുണ്ട് ഗൈസ്. എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. നമ്മളെന്തായാലും ഈ റൂമിൽ നിന്ന് ചാടും ഗൈസ്. അതിന് യാതൊരു ഇതുമില്ല. ഉറപ്പായിട്ട് ഈ റൂമിൽ നിന്ന് ചാടിയിരിക്കും ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗെയിം ഫുൾ ഗെയിം പ്ലേ കാണിക്കുന്നില്ല. നമ്മൾ ഈ ഒരു ഗെയിം നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക, അത്രേ ഉള്ളൂ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗൈസ്. ആൻഡ്രോയിഡ് ഗെയിംസായിട്ടൊക്കെ ഇനിയും വരും, പിന്നെ ഇതുമായിട്ടും വരും. ആൻഡ്രോയിഡ് ഗെയിംസും PC ഗെയിംസുമായിട്ടൊക്കെ വരും. കുറച്ച് വെറൈറ്റിയൊക്കെ നോക്കാം. അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ ഗെയിം പ്ലേ ഒക്കെ ചെയ്യാം. പിന്നെ മാക്സിമം പറ്റുന്ന പോലൊക്കെ എഫോർട്ട് എടുക്കാം ഗൈസ്. കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കൂടി ബാക്കിയെല്ലാം അതിലായിരിക്കും ഗൈസ്. എന്താണ് സംഭവം, ബാക്കി എങ്ങനെ? എന്തായാലും നമുക്ക് റൂം ഫുള്ള് സെർച്ച് ചെയ്തിട്ട് ഇറങ്ങാം. ഗൈസ്, ഇനിയാണ് നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാൻ പോകുന്നത്. She went into the forest, and at first it welcomed her with warmth and a promise of adventures. But soon the forest seemed to grow colder and darker. The girl was afraid and she wanted to go home, but bramble crawled around her arms and legs, and she could not get away. And the girl was never seen again. The girl was afraid and she wanted to go home. And the girl... Okay guys, ഇതാണ് ആ കഥ. That is what happens when you do not listen to your mother. Especially you, Lilymoor. Their mother had said before kissing them goodnight. ആ കൊച്ച്
ശരിക്കും പറഞ്ഞാൽ പോയത് ആ ജനൽ ചാടിയിട്ടാണ് ഗൈസ്. ആ ജനൽ ചാടിയിട്ട് അവിടെ ഒരു ഇതുണ്ട് ഗൈസ്, ഒരു പുതപ്പ്, കൊച്ചാ പുതപ്പെല്ലാം കൂടെ എടുത്ത് വെളിയിൽ കെട്ടി ഇറങ്ങി നേരത്തെ ഇങ്ങനെ മതിലിയാട്ടമാണ് ഗൈസ്. The darkness outside scared him. വെളിയിലൊക്കെ ഭയങ്കര ഇരുട്ടാണ്. അപ്പം പ്ലീസ് പോകുന്നത് കാട്ടിക്കൂടാണ്. അപ്പം എന്ത് വേണേലും സംഭവിക്കാം. നമുക്ക് എന്തായാലും ഗൈസ് ബാക്കി നോക്കാം. ഓക്കെ, ഇവനൊരു പണിയില്ല ഗൈസ്, ഇതൊരു ചെറുക്കൻ തന്നെയാണ്. ഞാൻ അത് വിചാരിച്ചു ഇവൻ നൈറ്റി ആയിട്ടേക്കുന്നത്. ഞാൻ അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നി. അത് നമ്മുടെ ഒരു മിസ്റ്റേക്കാണ് ഗൈസ്. മെഴുകുതിരി അണഞ്ഞു, അതായത് പ്രേതം വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയ ഒത്തിരി അല്ല, കുറച്ചൊരു ഹൊറർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല വേറെ ഒന്നുമില്ല. ഈ ഗെയിം ഫുള്ളായിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ല ഞാൻ കളിക്കുന്ന മാത്രമായിട്ടല്ല ഗൈസ്. ഇതാണ് നമ്മുടെ കാട്. എൻ്റെ മോൻ ഇജാതി ഒരു കാടാണ് ഗൈസ്. നമുക്ക് ഒരു സൂപ്പർ കാടാണ് ഗൈസ്, നല്ല രസമുള്ളൊരു കാടാണ്. ആ ഒരു മൂണിൻ്റെ ലൈറ്റും കാര്യങ്ങളുമാണ് ഗൈസ് ഇന്നത്തെ ഹൈലൈറ്റ്. ഈ കാട്ടിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂണിലെ ലൈറ്റും കാര്യങ്ങളാണ് ഗൈസ്. നിങ്ങൾക്ക് പി സി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഗെയിം കളിച്ചു നോക്കുക ഗൈസ്. പി സി ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗെയിംസ് ഒക്കെ ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താ വേറെ ഒന്നുമില്ല ഗൈസ് പറയാൻ, ഇതൊക്കെ ഉള്ളു ഗൈസ് പറയാൻ. എന്തായാലും നിങ്ങൾ ഗെയിം പ്ലേ നോക്ക്. ഇങ്ങനെയാണ് ഗൈസ്. ആകെ നമുക്കൊരു ഏരിയ തന്നിട്ടുണ്ട് ഗൈസ്. ഒരു ഏരിയ കൂടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്കെന്തില്ല കമ്പിൻ്റെ മണ്ടയ്ക്കൂടെ കയറി പോവാം. നമുക്ക് നോക്കാം. ചില്ലറമണി അഹങ്കാരമല്ല, എന്നാലും ചുമ്മാ ഇതൊക്കെ രസമല്ലേ ഗൈസ്. ഇത് നല്ല രസമാണ് ഗൈസ് ഈ ഒരു ഗെയിം കളിക്കാൻ. നമുക്ക് ഇത്രയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് ഗൈസ് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, എന്തോ നോക്കാം ഗൈസ്. ഇതെന്തോ ഒരു എന്തോ ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്താണെന്ന് ആ ഉദ്ദേശിച്ചവർക്ക് പോലും അറിയത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിയത്തില്ലായിരിക്കും. നമുക്ക് നോക്കാം ഗൈസ്. അതേപോലെ തന്നെ കുറേ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട്. ഇതിലെന്തോ ഒരു സ്റ്റോറി നമ്മളോട് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ സ്റ്റോറി അറിയത്തില്ല, അതാണ് സത്യം ഗൈസ്. ഇത് ചാടിയൊക്കെ കയറി ഗൈസ്, പക്ഷേ ഒരു രസമാണ് ഇപ്പോൾ പോകാൻ ഗൈസ്. ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേടിച്ചു പോയി ഗൈസ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ രീതി, നമ്മളെ കൺട്രോളും ചെറിയൊരു ഒരു പ്രശ്നമാണ്. നമുക്ക് ആ ഒരു കൺട്രോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തില്ല ഗൈസ്, കുറച്ച് ടഫാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞു തീർന്നില്ലതേ ഗൈസ്. ഇതെങ്ങനെ ഒന്ന് കയറുന്നേ? ഇങ്ങനെയാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ പ്രശ്നം. ഇതുണ്ട് പുറത്തൂടെ. ഓക്കെ ഗൈസ്, കയറി. അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് കൺട്രോളിങ്ങിന്. കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാപ്ടോപ്പിൻ്റെ അല്ലാതെ കീബോർഡിൻ്റെ കാര്യങ്ങളല്ല, ഈ ഗെയിമിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഗൈസ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇതിലില്ല. ഓക്കെ ഗൈസ്, നമ്മളൊരു നല്ലൊരു മരത്തിൻ്റെ മൂട്ടിലെത്തി. അതും ഒരു കിടിലൻ വ്യൂ ആണ് ഗൈസ്. ഓക്കെ, അതെ അവിടെയും ഗൈസ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിലെന്തോ ഒന്ന് ഉദ്ദേശിക്കണം. എന്തോ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ചേച്ചി ഇവനോടാണോ ആ ഒരു സ്റ്റോറി നൈസായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം ഗൈസ്. എന്തോ അവിടെ ഒരു ഏണി കാണുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി കയറി നോക്കാം. ഏതോ ഒരുത്തൻ്റെ വീടാണ് ഗൈസ്. ഈ കാട്ടിലൊക്കെ ആരിങ്ങനെയൊക്കെ കൊണ്ട് വീട് വെക്കുന്നത് ഗൈസ്? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യാനാ. പക്ഷേ ഗൈസ് ഈ ഒരു കാട്ടിൽ വലുതായിട്ട് മൃഗങ്ങളെ ഒന്നും കാണുന്നില്ല. എന്തായാലും പറയാൻ പറ്റത്തില്ല, ഒരു മാനിനെ നമ്മൾ കണ്ടായിരുന്നല്ലോ. ഇതുപോലെ വേറെ കുറേ കാര്യങ്ങൾ കാണും ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, ഒരു കീ ഉണ്ട്, പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഗൈസ് കീ താഴെ വീണ് ഗൈസ്. ഇനി നമുക്ക് കീ എടുക്കാം. അങ്ങനെ ഗൈസ് കീ എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ കീ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ദേ ഒരു പാവക്കുട്ടി ഗൈസ്. ഏതോ ഒരു അമ്മിണിയുടെ വീടാണെന്ന് തോന്നിയത്, കാരണം ഒരു ലോല മനസ്കൻ്റെ കാര്യങ്ങളൊക്കെയാണ്, കുഞ്ഞൊരു പാവയും സംഭവമൊക്കെയാണ് ഗൈസ് ഇതിലുള്ളത്. എന്തായാലും കൊള്ളാം ഗൈസ്, ഈ കാട്ടിൽ കൂടെ പോവാം.
വീണ്ടും നമ്മൾ കാട്ടിക്കൂടാണ് ഗൈസ് യാത്ര. ഇതുവഴിയാണ് പോകേണ്ടതെന്നൊരു പിടിയില്ലല്ലോ ഇവിടെ. ഓക്കെ ഗൈസ്, നമുക്ക് വീണ്ടും വഴി കിട്ടി. ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ പോകേണ്ടത്. ഓ, നമ്മളിന്ന് പറക്കും ഗൈസ്. ഗൈസ് ചാടി അങ്ങോട്ട് അത്ര ഉള്ളവനെ ഉണ്ടോ? അത്ര ഉള്ളു ഗൈസ്. അങ്ങനെ ഗൈസ് ഒരു വലിയൊരു നിഴലല്ലേ നമ്മളാക്കണ്ടേ ഗൈസ്? എന്തൊക്കെയോ വരാൻ കിടക്കുന്നു ഗൈസ്. എന്തോ ഒരു വലിയ നിഴലൊക്കെ നമ്മൾ കണ്ടു ഗൈസ്. ഗൈസ് നമ്മൾ ഇന്നത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവൻ്റെ ചേച്ചിയുടെ അടുത്ത് കൊണ്ട് ചെല്ലും ഗൈസ്. ചേച്ചിയുടെ അടുത്ത് കൊണ്ട് ചെല്ലും ഉറപ്പായിട്ടും. നമ്മൾ ഇവൻ്റെ ചേച്ചിയുടെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഗൈസ് നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യാൻ നോക്കും ഗൈസ്. ഒത്തിരി നമ്മൾ ലാഗ് അടിച്ച് ഒത്തിരി അങ്ങ് ലെന്താക്കത്തില്ല ഗൈസ്. എന്ത് ചെയ്യാനാ, ഒത്തിരി ലെന്താക്കി കഴിഞ്ഞാൽ ഗൈസ് ഭയങ്കര ബോറായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. എന്തോ ഒരു ലൈറ്റ് ഉണ്ട് ഗൈസ്. സ്പീഡ് പോകാനും പറ്റുന്നില്ല, ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല. ഇത് ഈ ഒരു ഇതാണ് പറയുന്നത്. ഒരു കിഡിലും ലൈറ്റില്ല ഇത്. ആ ഒരു പ്രതിമയൊക്കെ ഒരു അടിപൊളിയാണ് ഗൈസ്. ഇത് അത്യാവശ്യം നല്ലൊരു ഒറിജിനാലിറ്റി ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കല്ലിൻ്റെ സ്ഥലത്തെ ആ ഒരു ടൈപ്പ് പായലും അങ്ങനത്തെ ഗൈസ് ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ നല്ല ഒരു സെറ്റാക്കിയാണ് ഗൈസ് കൊടുത്തേക്കുന്നത്. പിന്നെ ആ ചന്ദ്രൻ്റെ വെട്ടവും ആ കാടിൻ്റെ ആ ഒരു മനോഹരമായ ഒരു കാടാണ് അതും ഗൈസ്. പിന്നെ കുഞ്ഞൊരു ടണൽ പോലുണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതും നടക്കുമോ? ഇതിൻ്റെ ഇടയ്ക്കൊന്നും നടന്നില്ല ഗൈസ്. ഓക്കെ, ഓ ചന്ദ്രൻ അടിപൊളിയാണ് ഗൈസ്. ഇവിടെ ഗൈസ് ഇത് വലിഞ്ഞു കയറാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഗൈസ്. ഇതെന്തോ പോച്ച. ഓക്കെ ഗൈസ്, ഇങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വലിഞ്ഞു കയറാൻ പറ്റുമെന്നാണ് അതിൻ്റെ ഒരു ഇത് ഉള്ളടക്കം. അതാണ് ഗൈസ്. ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കില്ലല്ലേ ഗൈസ്. ഇവിടെ രേണി ഇത് കയറി നമ്മളങ്ങനെ ഒരു മലയാളം മണ്ടയ്ക്കെത്താറായെന്നാണ് തോന്നുന്നത് ഗൈസ്. ചെല്ലുമായിരിക്കും. എന്താടാ ഇവൻ കയറാത്തേ? എന്താടാ കയറാത്തേ? ഇവന് അപ്പുറത്തൂടെ പോകാൻ പറ്റുമോ ഗൈസ്? അപ്പുറത്തൂടെ പോകാൻ പറ്റുന്നില്ല. ഇവൻ എന്ത് കയറുന്നില്ലല്ലോ ഈ ചെറുക്കൻ. ഓക്കെ ഗൈസ്, ഇവന് നീളമില്ലായിരുന്നു, അതാ പ്രശ്നം. ഈ നീളമില്ലാത്ത ഈ കൊച്ചുണ്ടാപ്രിയൊക്കെ ഗൈസ്. അതുകൊണ്ട് അവൻ്റെ ചേച്ചിയാണെന്ന് തോന്നുന്നു. കുറേ തള്ളി ഇടുവോടെ. ഇവൾക്ക് പ്രാന്താണ്. ഈ പാതിരാത്രി ഈ മലയുടെ മണ്ടയ്ക്ക് ഇരുന്നിട്ടും മറ്റേ നാരദം കാണിക്കുന്ന പോലൊക്കെ കാണിക്കും ഗൈസ്. നമ്മുടെ ഇരിക്കുന്ന സംഭവമാണ് അവൾക്ക് കൊടുക്കേണ്ടത്. ഇവള് ചേച്ചിയാണെന്നൊക്കെയാണ് പറയുന്നത്. ആർക്കറിയാം ഇവളൊക്കെ ഏത് വകയിൽ ചേച്ചിയ ഒന്നും പറഞ്ഞോളൂ. ആ കൊച്ചിൻ്റെ മുടി കൊള്ളാം കേട്ടോ, രസമുണ്ട്. ആ സംഭവം പെയ്യാണ് വീഴുന്നത്. ആ സാധനം കൊള്ളാമല്ലേ? ഒരു കിടിലൻ സാധനം. അത് പെയ്യാണ് ഗൈസ് വീഴുന്നത്. ഇതേ ഓഹോ ഗൈസ്, അവള് നമ്മളോട് കളിക്കാനാണ് ഗൈസ്. ഇതേ നമുക്ക് എയിം ചെയ്തിട്ട് എറിയാനുള്ള ഒരു അവസരമാണിതോ. അതൊക്കെ നമ്മൾ കൊള്ളിക്കും. ഇപ്പം കണ്ടോ? ആ മോനെ, സാധനം കൊള്ളാം കേട്ടോ. ഇതുപോലത്തെ സാധനം എനിക്കിവിടെ കിട്ടി തന്നിട്ടുള്ളത് ഗൈസ്. അത് തിരിച്ചു വരും തോന്നുന്നില്ല. നമ്മളത് പോയി എടുക്കണമെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ തോറിൻ്റെ ചുറ്റിക വരുന്നവരെ തിരിച്ചൊന്നും വരത്തില്ല. ഇതൊക്കെ പോയി എന്താ എടുക്കാൻ പറ്റാതെ. ഓക്കെ ഗൈസ്, നമ്മൾ സാധനം എടുത്തു. നമുക്ക് നമ്മൾ പോകുന്നതനുസരിച്ച് അവളും തിരിയുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി ഒന്നുകൂടെ എയറും എടുക്കാം. അടുത്ത എയർ. ഓക്കെ, അതും നമ്മൾ അടിച്ച് കയറിപ്പിച്ചു ഗൈസ്. നമ്മുടെ ചേച്ചി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ടോൺ അടിപൊളിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ടാസ്ക്കാണ് ഇവള് തരുന്നത്. ഇവള് മേപ്പോട്ട് എറിയും. ഇതിലെറിഞ്ഞ് കൊണ്ടിരിക്കണം ഗൈസ്. കൊണ്ടില്ല ഗൈസ്. അതെന്തോ ഏതാണ്ട് ജീവിയാണ് ഗൈസ്. എന്തോ ഒരു ജീവിയാണ് സംഭവം. നമുക്ക് ആ സാധനം എടുത്തിട്ട് കുറേ നിന്നറിയാം. കൊണ്ടില്ല ഗൈസ്. വീണ്ടും നമ്മൾ 2G നെറ്റ്വർക്കിനെക്കാട്ടിലും സ്ലോയാണ്. ആ സാധനം താഴെ പോയിട്ടാണ് നമ്മൾ എറിഞ്ഞത് മുമ്പേ. കൊള്ളിക്കും ഗൈസ്. ഗൈസ് എന്തോ ഒരു വണ്ടം പോലത്തെ സംഭവമാണ്. അവളെടുത്ത് എറിഞ്ഞ് കഴിഞ്ഞിട്ട് താഴോട്ട് പോകുമ്പോൾ തന്നെ അത് ഓടിപ്പോവും.
ഗൈസ് ഇത് കൊള്ളണം. ഓക്കെ കൊണ്ട് ഗൈസ് അതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊള്ളിക്കും. ഇനി എറിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ മോന്തൊക്കെ ഒരു എറിയാൻ പറ്റും. അവൾ പിന്നെ എറിയുന്നു. അവളുടെ താടിക്കൊരു എറിയാൻ കൊടുത്തത്, എന്നിട്ട് അവൾക്കൊന്നുമില്ല ഗൈസ്. അവൾ വീണ്ടും പുല്ലു പോലെയാണ് ഗൈസ് നിൽക്കുന്നത്. അത് കൊണ്ടു, അത്രേ ഉള്ളൂ. നമ്മളോടാ കളി ഗൈസ്. ഓക്കെ, പിന്നെ അവളെ നെഞ്ചത്തൊന്ന് എറിഞ്ഞ് പിടിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. കണ്ടോ, ഇവളൊരുത്തി കാരണമാണ് ആ സാധനം ഇപ്പോൾ പോകുന്നത്. ഇവളുടെ ഒരേ ഒരു അഹങ്കാരം. ഓക്കെ, അവൾ പിടിച്ചു കേട്ടോ, പക്ഷെ അവളോട് താഴോട്ട് പോയില്ല, അതാണ്. ഓക്കെ ഗൈസ്, അവർ പിടിച്ചു. ഇപ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞങ്ങ് പോകണേ അല്ലേ? രണ്ടെണ്ണം കൂടെ താഴോട്ട് പോകണം ഗൈസ്. എടാ അത് ശരിക്കും നടന്ന്, ഗൈസ്. ശരിക്കും അത് ഇടിഞ്ഞു പോയി. എടാ ഗൈസ്, ഇനി എന്തോ നോക്കാം. ഇനിയിപ്പോൾ രണ്ടുപേരും രണ്ട് സൈഡിലൊക്കെ പോവും, ഓരോരുത്തരും ഓരോ സൈഡിലൊക്കെ ആയി. അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി സ്റ്റോറി. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ രണ്ടുപേരോട് ഒന്നിച്ച് കാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും. ഗൈസ്, ഓ നമുക്കിങ്ങനെയൊക്കെ മാറുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓ എൻ്റെ മോനെ ഗൈസ്, ഇതേതോ ടെമ്പിൾ റണ്ണിനകത്ത് മറ്റേ വെള്ളത്തിൽ പോകുമ്പോൾ ഗൈസ്. അതെ, അവളുണ്ട് ഗൈസ്. ഈ കാടിൻ്റെ ലുക്ക് ഉണ്ടോ ഗൈസ്? കിട്ടിക്കാട്ടൊരു ലുക്കാണ് ഗൈസ് ഈ കാടിൻ്റെ. ഗൈസ് എന്തായാലും കൊള്ളാം. ഇന്ന് നമുക്ക് ഇത്ര അവസാനിപ്പിക്കാം. ഇനി നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ ഗൈസ് ശരിയാക്കില്ല. ഇനി ഫുള്ള് കളിച്ച് വെക്കൊണ്ടേയിരിക്കും. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ നോക്കുക. ഇനി അടുത്ത ആൻഡ്രോയിഡ് ഗെയിമായിട്ടായിരിക്കും ഗൈസ് ഞാൻ വരുന്നത്. എന്തായാലും പിന്നെ PC ഗെയിംസ് ആയിട്ടും വരും ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.